അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നമായി മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടി. ഈ പ്രായത്തിലും നൃത്തവേദികളിൽ നടി സജീവമാണ്. ജീവിതത്തിൻ്റെ ഈ ഒറ്റപ്പെടലും ആസ്വദിക്കുന്നു. സംഗീതജ്ഞ കൂടിയായ അമ്മ ഉമാ ഗോപാലസ്വാമി ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു. ചെറിയ വയസ്സു മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തമാണ്. 17-ാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് കരിയർ ആരംഭിക്കുന്നത്. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി. അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെ 2000-ലാണ് സിനിമ റിലീസ് ചെയ്തത്. അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അച്ഛനെയാണ് എനിക്കിഷ്ടം, മാമ്പഴക്കാലം, വാമനപുരം ബസ് റൂട്ട്, കീർത്തിചക്ര തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി അന്നത്തെ മുൻനിര താരങ്ങളുടെ എല്ലാം നായികയായി. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ലക്ഷ്മി വിജയം കണ്ടു. നർത്തകി ആയതുകൊണ്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നല്ലൊരു നർത്തകി നല്ലൊരു നടിയായിരിക്കണമെന്നില്ല, നല്ലൊരു നടിക്ക് നല്ല നർത്തകിയുമാകാൻ കഴിയില്ല. നർത്തകി അഭിനയിക്കുമ്പോൾ നൃത്തത്തിൻ്റെ മുഖഭാവങ്ങൾ വന്നു പോവാം, അത് അഭിനയത്തിൽ പാടില്ലാത്തതാണ് എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരുന്നു. നൃത്തത്തെയും അഭിനയത്തെയും രണ്ട് തട്ടിലായിട്ട് തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി കൊണ്ടുപോകുന്നത്. ഇപ്പോഴും അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സജീവം. ഇൻഹിബിഷൻസ് ഇല്ലാതെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും താരത്തിൻ്റെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ 35 വയസ്സ് മാത്രമേ ലക്ഷ്മിക്കുണ്ടായിരുന്നുള്ളൂ. അമല പോളിൻ്റെ അമ്മയായും അഭിനയിച്ചിട്ടുണ്ട്. നൃത്തത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു നടിയുടെ മറുപടി. ഇന്ന പ്രായത്തിൽ വിവാഹിതയാകണം, കുട്ടികളാകണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കും എന്നായിരുന്നു വിശ്വാസം. ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീൽ ആരോടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നടന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. കല്യാണം കഴിച്ചില്ലേ, എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു നടിയുടെ മറുപടി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. വിവാഹവും അങ്ങനെയാണെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.